പ്രതിപക്ഷ നേതാവിനെയും കെപിസിസി അധ്യക്ഷനെയും കള്ളക്കേസിൽ കുടുക്കുന്നുവെന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. കാസർഗോഡ് മലപ്പുറത്തും പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കാസർഗോഡ് ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസലിന് പരിക്കേറ്റു. ലാത്തികൊണ്ടുള്ള അടിയേറ്റാണ് പരിക്ക്. മലപ്പുറം SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമായി പോലീസ് ലാത്തി വീശി. പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കാല് തല്ലിയൊടിച്ചു എന്നാരോപിച്ച് ചിന്നക്കടയിൽ കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കൈതോലപ്പായ വിരിച്ച് എന്ന പാട്ട് കേട്ടാൽ ഇപ്പോൾ ആസ്വദിക്കാൻ പറ്റാറില്ലെന്നും ചിരിയാണ് വരുന്നതെന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. പ്രസംഗത്തിനിടെ കൈതോലപ്പായ വിരിച്ച് എന്ന പാട്ട് പാടിയായിരുന്നു വിഷ്ണുനാഥിന്റെ പരിഹാസം. പിണറായി വിജയനെതിരെ കേൾക്കുന്ന ആരോപണങ്ങൾ നമ്മൾ പഴയ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. കൈതോല പായ വിരിച്ച് പായേലൊരു പറന്ന് വിരിച്ച് കാതുകുത്താൻ എപ്പവരും നിന്താങ്ങളമാരു പെണ്ണെ അമ്മമാര്. അപ്പൊ കൈതോല പായ വിരിച്ചു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ പാട്ട് ആസ്വദിക്കാൻ തോന്നുന്നില്ല, നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം കൈതോല പായയിൽ 2.5 കോടി രൂപ ചുരുട്ടി പൊതിഞ്ഞ് കടത്തി കൊണ്ടുവന്നത് തിരുവനന്തപുരം മുതൽ ടൈംസ് സ്ക്വയറിൽ കമ്പിക്കസേരയിൽ വരെ ഇരുന്നിട്ടുള്ള ഒരു നേതാവാണ് എന്ന്, വടക്ക് കസേരയിൽ ഇരുന്ന ഒരു നേതാവാണ് എന്ന് ദേശാഭിമാനിയിലെ പത്രാധിപ സമിതി അംഗമായിരുന്ന ഒരാൾ. പാർട്ടിക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വണ്ടിയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ക്യാബിനറ്റിലെ മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓരോ ദിവസവും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന ആക്ഷേപം കേട്ടത് ആർക്കെതിരെയാണ്? ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.